ആഭരണ വൈവിധ്യങ്ങളിലെ പുതുമകൾ കൊണ്ടും സുത്യർഹമായ സേവനം കൊണ്ടും ജനഹൃദയങ്ങൾ കീഴടക്കി സാറ ഗോൾഡൻ ഡയമണ്ട്സ് എടവണ്ണ. സാറ ഗോൾഡൻ ഡയമണ്ട്, സിംഗപ്പൂർ, രാജ്കോട്ട് ആന്റിക് എത്നിക് മോൾഡഡ് ഡിസൈനുകളുടെ വൈവിധ്യ കളക്ഷൻസ്. ഹിബ ഗോൾഡൻ ഡയമണ്ട്സ്, ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക്, എടവണ്ണ. അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി ലോകോത്തര ബ്രാൻഡുകളുടെ വെട്രിഫൈഡ് ഡിജിറ്റൽ ഫ്ലോർ ടൈൽസ്, സെറാമിക് ആൻഡ് വെട്രിഫൈഡ് ഡിജിറ്റൽ വാൾ ടൈൽസ്, എമറൈറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ് നിയർ സിദി ഹാജി ബ്രിഡ്ജ്, നിലമ്പൂർ റോഡ്, എടവണ്ണ. ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യരുതെന്ന ആവശ്യവുമായി നിലമ്പൂരിൽ ആശാ വർക്കർമാർ പ്രകടനം നടത്തി. ആശാ സമര നേതാവ് എസ് മിനിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് നിലമ്പൂരിൽ എത്തിയത്. നിലമ്പൂർ ചന്തക്കുന്നിൽ നിന്ന് പ്രകടനമായി എത്തിയ പ്രവർത്തകർ നിലമ്പൂർ പഴയ ബസ് സ്റ്റാൻഡിലാണ് പ്രകടനം അവസാനിപ്പിച്ചത്. കടകളിലും സമീപത്തെ വീടുകളിലും ആശമാർ തങ്ങളുടെ ആവശ്യം ഉന്നയിച്ച് നോട്ടീസുകൾ വിതരണം ചെയ്തു. ആശാ സമരത്തോടുള്ള സർക്കാരിന്റെ ജനാധിപത്യ വിരുദ്ധ സമീപനത്തിനെതിരെ നിലമ്പൂരിൽ വിധിയെഴുതുക എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് പ്രകടനം നടത്തിയത്. കഴിഞ്ഞ 4 മാസത്തോളമായി നടത്തിവരുന്ന സമരത്തെ അപമാനിക്കുകയും തകർക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന സർക്കാർ സമീപനത്തിനെതിരെയാണ് ആശമാർ നിലമ്പൂരിലെത്തി ഇടതുപക്ഷത്തിനെതിരെ പ്രചാരണം നടത്തുന്നത്. നിലമ്പൂർ പഴയ ബസ് സ്റ്റാൻഡിൽ നടന്ന സമാപന പരിപാടിയിൽ PC മിനി, മലപ്പുറം കോർഡിനേറ്റർ S സലീന, സുഗുണ P, R സഭാവതി എന്നിവർ സംസാരിക്കാൻ തയ്യാറാവുകയും ആ സംസാരത്തിന്റെ ഒടുവിൽ സമരം നിർത്തി പോകണം എന്ന് പറയുകയും ചെയ്യുക മാത്രമാണ് ആരോഗ്യമന്ത്രി ചെയ്തിരിക്കുന്നത്. ഈ നിമിഷം വരെ ഈ സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി എന്തിനാണ് അദ്ദേഹം അവിടെ ഇരിക്കുന്നത് എന്ന് അദ്ദേഹത്തിന് അറിയാമോ? അദ്ദേഹത്തിന് അറിയില്ലെങ്കിൽ, നമ്മുടെ കുതിരോട്ടം പപ്പു പറഞ്ഞ മാതിരി അദ്ദേഹത്തിന് അറിയില്ലെങ്കിൽ ഈ നാട്ടിലെ ജനങ്ങൾ അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തണം. അതാണ് ഇവിടുത്തെ ആശമാർ ഏറ്റെടുത്തിരിക്കുന്ന ഉദ്യമം. ഈ നാട്ടിലെ ജനങ്ങളുടെ ക്ഷേമം അന്വേഷിക്കാനാണ്, അത് നടപ്പാക്കാനാണ് ജനങ്ങൾ ക്യൂ നിന്ന് വോട്ട് ചെയ്ത് ഇവരെ തെരഞ്ഞെടുത്ത് വിട്ടത്. അതിലൊരാളെ മുഖ്യമന്ത്രിയായി തീരുമാനിച്ചത്. ആ മുഖ്യമന്ത്രി എന്റെയും നിങ്ങളുടെയും ചിലവിൽ ആർഭാടമായി ജീവിക്കുകയാണ്, രാജകീയമായി ജീവിക്കാൻ. അദ്ദേഹവും നമ്മളെ പോലെ കണ്ണൂരിലെ ഒരു സാധാരണ മനുഷ്യനാണ്. പക്ഷെ ഇപ്പൊ അദ്ദേഹത്തിന്റെ ജീവിതം നമുക്കാർക്കും സ്വപ്നം കാണാൻ പോലും സാധിക്കാത്ത തരത്തിൽ അത്യാർഭാടഭരിതമായിരിക്കുകയാണ്. അദ്ദേഹത്തിന് എന്ത് വേണമെങ്കിൽ ചെയ്യാവുന്ന അവസ്ഥയായി മാറുകയാണ്. അടിക്കടി കാറ് മാറും. അദ്ദേഹം ഈ കേരള സംസ്ഥാനം രൂപം കൊണ്ടത് മുതൽ മുഖ്യമന്ത്രിമാർ താമസിച്ചിരുന്ന ഈ ക്ലിഫ് ഹൗസിൽ ആകെ 2 നിലയേ ഉള്ളൂ. ആ 2ാമത്തെ നിലയിലേക്ക് പോകാൻ ലിഫ്റ്റ് വെച്ച മാന്യദേഹമാണ് നമ്മുടെ മുഖ്യമന്ത്രി. അതിന് ലക്ഷങ്ങൾ ചെലവായി. പണ്ടൊരു മുഖ്യമന്ത്രി K കരുണാകരൻ, അദ്ദേഹത്തിന് വലിയൊരു അപകടം സംഭവിക്കുകയും ആ അപകടത്തിൽ നിന്ന് അദ്ദേഹത്തിന് ആരോഗ്യം വീണ്ടെടുക്കാൻ ഒരു സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കണം എന്ന് ഡോക്ടർമാർ നിർദ്ദേശിച്ചതനുസരിച്ച് സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കുകയും ചെയ്തു. ആ സ്വിമ്മിംഗ് പൂളിനെ പറ്റി ഈ നാട്ടിലെ ഇടതുപക്ഷം പറയാത്ത അധിക്ഷേപമൊന്നുമില്ല. അവരവസാനം പറഞ്ഞത് ഈ സ്വിമ്മിംഗ് പൂൾ ഇടതുപക്ഷത്തിന് അധികാരം കിട്ടുമ്പോൾ അതിൽ പട്ടിയെ കുളിപ്പിക്കും എന്നാണ്. ഇപ്പൊ അവിടെ ആരാണ് കുളിക്കുന്നത് എന്ന് നമ്മൾ ചോദിക്കേണ്ടതുണ്ട്. മാത്രവുമല്ല, അതിന്റെ സൗകര്യങ്ങൾ പോരാഞ്ഞിട്ട് ലക്ഷക്കണക്കിന് രൂപ മുടക്കി അത് എന്താണ് പറയേണ്ടത്, പരിഷ്കരിക്കുകയാണ്. ഇനി ഇതൊന്നും പോരാ, നമ്മുടെ കേരളത്തിലെ സാധാരണ ജനങ്ങളുടെ ഇടതുപക്ഷത്തിന്റെ മുഖ്യമന്ത്രി, തൊഴിലാളി പാർട്ടിയുടെ മുഖ്യമന്ത്രി, അദ്ദേഹം വീട് നവീകരിക്കാൻ വലിയ തുക ഉപയോഗിക്കുന്നു. അദ്ദേഹത്തിന് കാറുകൾ മാറി ഉണ്ടാക്കുന്നു. ഇതൊന്നും പോരാഞ്ഞിട്ട് അദ്ദേഹം തൊഴുത്തുണ്ടാക്കുകയാണ്.
ആഭരണ വൈവിധ്യങ്ങളിലെ പുതുമകൾ കൊണ്ടും സുത്യർഹമായ സേവനം കൊണ്ടും ജനഹൃദയങ്ങൾ കീഴടക്കി സാറ ഗോൾഡൻ ഡയമണ്ട്സ് എടവണ്ണ. സാറ ഗോൾഡൻ ഡയമണ്ട്. സിംഗപ്പൂർ, രാജ്കോട്ട് ആന്റിക് എത്നിക് മോൾഡഡ് ഡിസൈനുകളുടെ വൈവിധ്യ കളക്ഷൻസ്. ഹിബ ഗോൾഡൻ ഡയമണ്ട്സ്, ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക്, എടവണ്ണ. അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി ലോകോത്തര ബ്രാൻഡുകളുടെ വെട്രിഫൈഡ് ഡിജിറ്റൽ ഫ്ലോർ ടൈൽസ്, സെറാമിക് ആൻഡ് വെട്രിഫൈഡ് ഡിജിറ്റൽ വാൾ ടൈൽസ്, എമറൈറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ്, നിയർ സിദി ഹാജി ബ്രിഡ്ജ്, നിലമ്പൂർ റോഡ്, എടവണ്ണ.